ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഗാർഡൻ ഓഫ് വിങ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് മോർണിംഗിൽ എന്നത്തെയും പോലെ വന്ന് കോഴിക്കൊക്കെ ഫുഡ് കൊടുത്തു, നമ്മുടെ കാടക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുത്തു. പുതിയ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് നാളായി, ഒരു 2 വീക്സ് ആവാറായി. ആദ്യം കുറച്ച് ദിവസമൊന്നും കൊച്ചുങ്ങൾ മുട്ടയിട്ടില്ല. ഇപ്പം പഴയ പോലെ 9 മുട്ട കറക്റ്റ് എല്ലാവരും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഈവനിങ് വെയിലും ഉച്ചയ്ക്കത്തെ കുറച്ച് വെയിലൊക്കെ ഇപ്പുറത്താണ് ഷീറ്റെങ്കിലും അടിക്കും. അതുകൊണ്ടാണ് മുകളിലൊരു ഷീറ്റും ഒരു ടാർപ്പയുടെ ഇത് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഇതുവരെയില്ല, കുഴപ്പമൊന്നുമില്ല. ഇതും കൂടെ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ സോളാർ ലൈറ്റുകൾ നമ്മൾ എപ്പോഴും ഞാൻ ഊരിക്കൊണ്ട് പോയി വെയിലത്ത് വെച്ചാണ് ചാർജ് ചെയ്യണത്. പക്ഷെ ഇവിടെ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അവരങ്ങ് ഓട്ടോമാറ്റിക്കലി ചാർജാകും. ഇവിടെ വെയിൽ കിട്ടുന്നുണ്ടേ അങ്ങ് നമ്മൾ ഊരിയെടുത്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ രാത്രി അവർക്ക് കുറേ നേരം വെട്ടം കിട്ടും. പിന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മുടെ അമരയ്ക്കൊക്കെ ആക്ച്വലി മുറ്റി തുടങ്ങിയെന്ന് തോന്നുന്നു. അത് എടുക്കേണ്ട സമയം കഴിയാറായി. ഞാനത് ഇന്ന് തന്നെ അതങ്ങ് പറിച്ചെടുക്കണം. പിന്നെ അവിടെ കുറച്ച് മുളകുകളൊക്കെ ഉണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്ര പോരാ, പിന്നെ കുഴപ്പമില്ല, നടുന്നൂന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മൾ നട്ട ചെടിയുണ്ടല്ലോ, നമ്മുടെ ക്രിസാന്തസം, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഉണങ്ങിപ്പോകുന്നു. കാരണം ഞാൻ എടുത്ത പല കമ്പുകൾ അതിൻ്റെ മുട്ട് വന്ന കമ്പുകളായതുകൊണ്ട് അത് കിളിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വെറുതെ ഊന്നി വെച്ചെന്നേ ഉള്ളൂ. നോക്കാം, കിളിച്ച് വന്നാൽ സന്തോഷം. ഒരു തൈയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാം, ഒന്നും വേസ്റ്റ് ആക്കാതെ എല്ലാം നമ്മൾ നട്ടുവെച്ചത്. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ മുറ്റത്ത് നിന്ന നമ്മുടെ മെലസ്റ്റോമര ഒരൊറ്റ കമ്പ് മാത്രമേ വെട്ടിയുള്ളൂ. പക്ഷെ അതൊരു വലിയ ബ്രാഞ്ചാണ്. അത് താഴ്ന്ന് കിടക്കുന്നുണ്ടേ. ചുറ്റുമുള്ള ചെടിക്കൊന്നും വെയിൽ കിട്ടുന്നില്ല. അങ്ങനെ അതിൻ്റെ അടുത്ത് വേറെ 1-2 പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് എനിക്കത് വെട്ടേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ കമ്പും കൂടെ ഞാൻ വിചാരിക്കുന്നു ഇവിടെ എല്ലാ ഗ്രോ ബാഗിലോ പല സ്ഥലത്തായിരുന്നു ഊന്നി വെച്ച് വെക്കാം. ചിലപ്പം കിളിച്ച് വന്നാലോ. കാരണം ഇത് ഞാൻ കുറേ ദിവസമായിട്ട് വെട്ടാന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഇതിൽ മുട്ട് കഴിഞ്ഞിട്ടൊരു സമയമില്ല. അതാണ് പ്രശ്നം. എപ്പം നോക്കിയാലും കൊലയായിട്ട് മുട്ട് വന്ന് പൂ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ എന്തായാലും താഴെയുള്ള ഒരൊറ്റ കമ്പേ വെട്ടിയിട്ടുള്ളൂ. പക്ഷെ മുകളിലോട്ട് ഉണ്ട്, അത്യാവശ്യം വളർന്നോളും. നല്ല ബ്രാഞ്ച് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് നടയം വേണം. അതേപോലെ നമ്മുടെ കുഞ്ഞ് അപ്ഡേറ്റ് പോലെ നമ്മൾ നട്ട മറ്റേ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഞാൻ വല്ല ക്യാബേജാണോ കോളിഫ്ലവറാണോ എനിക്ക് കൺഫ്യൂഷനാണ്. എന്തായാലും ഇതിൽ ഈ ഗ്രോ ബാഗിൽ നട്ടത് പോയി. ബട്ട് ഇതിൽ 2 നട്ടിട്ടുണ്ട്. ഒരെണ്ണം കുഴപ്പമില്ല, ഇതിലും കുഴപ്പമില്ല, ഇതിലും കുഴപ്പമില്ല. ബാക്കി പലതും കുഴപ്പമില്ല. വെണ്ടയ്ക്കൊക്കെ എല്ലാം രക്ഷപ്പെട്ടു. എനിക്ക് കത്തിരിക്ക കുറച്ച് 1-2 പോയിക്കോ. പയർ കുഴപ്പമില്ല, ഇതിൽ കത്തിരി കുഴപ്പമില്ല. ഇതിൽ നമ്മൾ പാലക് ചീര നട്ടതിൽ 2 ഇച്ചിരി ഹെൽത്തി ആയിട്ടേ ഉള്ളൂ. മുളക് നട്ടത് കംപ്ലീറ്റ് പോയി. ഇത് ഞാൻ പിന്നെ ഇളക്കി നട്ടതാണ്. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് അവർ കുഴപ്പമില്ല. ഇതിൽ നട്ടതൊക്കെ ഒരുവിധം കയറി വരുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, നല്ലപോലെ നിൽക്കും. പെട്ടെന്ന് വേരിന് പ്രശ്നം വന്ന് കംപ്ലീറ്റ് അങ്ങ് ഉണങ്ങിപ്പോവാറാണ് മിക്കവാറും എനിക്ക് കിട്ടുന്ന പണി. നമ്മൾ അവസാനം നട്ട ഗോൾഡൻ കാസ്കേഡാണ്. അതിൻ്റെ മണ്ട അന്നേ മുറിഞ്ഞു പോയി. പുതിയ ബ്രാഞ്ചസ് 2 സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം പുതിയ ഞാൻ പറയില്ല, മണ്ട പോയാൽ കുറേ ബ്രാഞ്ചസ് എക്സ്ട്രാ വരും. അത്രയാണ്, കുഴപ്പമില്ല അതൊന്നും. പിന്നെ റോസൊക്കെ ഇവിടെ വന്നത് കുഴപ്പമില്ല. എല്ലാത്തിനും മൊട്ടും പൂക്കളും, ഇതിലെല്ലാം ഞാൻ പൂ കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത മൊട്ടുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെയും വിരിഞ്ഞ പൂ കുറച്ച് ദിവസമായി വിരിഞ്ഞത്. അത് ഏകദേശം കഴിയാറായി. 2 ദിവസം കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ മുല്ല കയറി അങ്ങെത്തി, പിച്ചിയും മണ്ടയിലെത്തി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വെയിലും ചൂടൊക്കെ കുറച്ചെങ്കിലും സഹിക്കാൻ പറ്റുന്നത് പിച്ചിക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ മുല്ലയുടെ ഇല പോലും ഇടയ്ക്ക് ഈ ഒരു മഞ്ഞളിപ്പ് പോലെ വരുന്നുണ്ട്. പക്ഷേ പിച്ചിയുടെ ലീഫ് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതായതുകൊണ്ടായിരിക്കും അതിന് കുഴപ്പമില്ല. മുകളിലെത്തിയതിന് പോലും വലിയ പ്രശ്നമില്ല. അപ്പോൾ അത് ഓക്കെ. പക്ഷേ ഇതിലിടയ്ക്കൊരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പുഴു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 10-12 പുഴുക്കളുണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാത്തിനെയും ക്ലിയർ ചെയ്തു. അതിൻ്റെ തണ്ട് വരെ കടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം കണ്ടോണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പ്ലാന്റേ ബാക്കി കാണില്ലായിരുന്നു. അപ്പോൾ ഈ ഏവിയറിക്കകത്താണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പുറത്താക്കിയ ജാവ അവിടെ ഇപ്പോൾ ഉണ്ട്, പാവം. ഞാനൊന്നും പറയുന്നില്ല. നിനക്കിതുവരെ കമ്പനി വാങ്ങിച്ചിട്ടില്ല, നീ ആണാ പെണ്ണാന്നൊക്കെ നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല.
പിന്നെ നമ്മുടെ വൈറ്റ് പെറ്റൂണിയൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1-2 പ്ലാന്റ്സ് നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഒന്ന് പവിഴമല്ലിയും ഒന്ന് ലാൻഡാനയാണ്. ലാൻഡാന നാടൻ ടൈപ്പാണ്. പിന്നെ ഇവിടെ കുറച്ചൊരു ഗ്രീനിഷ് ആവാൻ വേണ്ടിയിട്ട് ഈ 2 പ്ലാന്റും ഒരെണ്ണം വാങ്ങിച്ചതും ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കമ്പ് കൊണ്ടുവന്ന് വെറുതെ കുത്തി വെച്ചതൊക്കെ. അപ്പോൾ അതും ഇവിടെ ഏതെങ്കിലും ഗ്രോ ബാഗിൽ നടണം. അതേപോലെ നമ്മുടെ മെലസ്റ്റോമേനെ കട്ട് ചെയ്ത് വെച്ച് നോക്കാം. അഥവാ ഒരെണ്ണെങ്കിലും പിടിച്ച് കിട്ടിയാലോ. നമ്മുടെ ഏവിയറിയിലൊരു മെലസ്റ്റോമയാവും. ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വേറെ വാങ്ങിച്ച് വെക്കണമെന്ന് എനിക്കുണ്ട്. 2-3 കളറുണ്ടല്ലോ. ഈ ഭാവിയിൽ ഇത് മൊത്തം ഒരു ഗാർഡൻ ആക്കിയിട്ട് വെജിറ്റബിൾസ് എല്ലാം അപ്പുറത്തോട്ട് മാറ്റണമെന്നാണ്. അത് പക്ഷേ ഉടനെ നടക്കത്തില്ല, കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏവിയറിയുടെ അവസ്ഥ. കുഴപ്പമില്ലാണ്ട് പോകുന്ന ഇത്രയും ഗ്രീനിഷാക്കി എടുക്കാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര സന്തോഷം. കുഴപ്പമില്ല, ബാക്കി നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമ്മുടെ പുതിയ കൂട്ടിലേക്ക് ആക്കിയ നമ്മുടെ ബജ്ജീസൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർ ഈ കൂടൊക്കെ ഓക്കെ, അവർ അഡാപ്റ്റായി ഓക്കെയാണ്. പിന്നെ 1-2 ബ്രാഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് വെച്ചിട്ടില്ല ഇരിക്കാനേ. ഒരു കമ്പേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 1-2 സ്ട്രെയിറ്റ് കമ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഒറ്റ ചരിഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അകത്തുള്ള അമ്മമാരൊക്കെ എന്താണ് ചെയ്യണമെന്നറിയില്ല, എന്തൊക്കെയോ കൊത്തി പറിക്കാൻ നടക്കുന്നു. നമ്മുടെ ഫാൻസി കോഴികൾ ഇതുവരെ മുട്ടയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിന് എത്ര നാളാവുമെന്നറിയില്ല. ഇവർക്ക് ഈ മണ്ണിൽ നടക്കാനും മണ്ണിൽ ഇങ്ങനെ കുത്തിപ്പറക്കി ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്മാർക്ക്. പിന്നെ ചിലതിലൊക്കെ മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ തീരെ പൊടി കുഞ്ഞുങ്ങളാണ്, അങ്ങ് പുറത്തിറങ്ങാറൊന്നും ആയിട്ടില്ല. എന്തായാലും അത് ഒരു 2 വീക്സൊക്കെ ആയാലേ അതിന് ഇതാവുള്ളൂ. ഇവിടെ എന്തോന്ന് കുളിച്ചാടെ രാവിലെ. പിന്നെ നമ്മുടെ ഫിഞ്ചസും ജാവയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഫിഞ്ചസും കൂടൊക്കെ കൂട്ടി മുട്ടയിട്ടാന്നറിയില്ല, കൂടൊക്കെ കൂട്ടി അവർ റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ജാവയുടെ കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്നായിരുന്നു. അതെന്തായാലും 2 ആഴ്ച കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണും വരെ ബൈ.